എനിക്ക് പറയാനുള്ളത് ഈ റോഡ് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുക. ഈ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടി വനത്തിനകത്ത് കൂടെ കരടി വരുന്നതും പുലി വരുന്നിടത്തൂടെ വനത്തിനകത്തൂടെ കറങ്ങി അടിച്ചാണ് ഈ മെയിൻ റോഡിലോട്ട് ചാടുന്നത്. ഇത് ആരും ഇതും പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയം പറയാം. രാഷ്ട്രീയം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒറ്റ പാർട്ടിക്കാരനും കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-ക്കാരനും ഒന്നും ഇതിന് ഒരു റിസ്ക് എടുത്തൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. എല്ലാവരും വോട്ടിന് വേണ്ടി ഓരോ വീടും കയറി ഇറങ്ങി പാവങ്ങൾ വോട്ട് വാങ്ങിച്ച് രംഗത്തിറങ്ങി വണ്ടിയിൽ ഇതിലെ തെക്കുടക്ക് ഇപ്പോൾ MLA MP മറ്റുള്ള എല്ലാവരും കിടന്ന് വിലസുന്നുണ്ട്. ഇവർ അമരെല്ലാം കണ്ടേച്ച് പോയാ റോഡ് കണ്ടേച്ച് പോയാ കഴിഞ്ഞ ഇടയ്ക്കുമ്പോൾ എല്ലാവരും വോട്ടിന് വേണ്ടി എല്ലാവരും വന്ന് കണ്ടേച്ച് പോയതാ. ഒറ്റ ഓടത്തിന് ഇതിലൂടെ വന്ന് ഇനി വോട്ടെന്നും പറഞ്ഞ് ഇനി വോട്ടിന്റെ കഴിഞ്ഞു ഇനി അടുത്ത എടുത്ത് വരും വോട്ടെന്നും പറഞ്ഞ് മെമ്പർ ഉൾപ്പെടെ ഒരൊറ്റ ഓടത്തിന് ഇതിലൂടെ പിന്നെ ഒരു ഇതിന് അഭിപ്രായം പറയാനോ ഇതിന് മുമ്പിൽ എടുത്ത് കളി ഒരു വിഷയത്തിൽ കൊണ്ടുപോയി ഇത് പ്രശ്നം പരിഹരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. എല്ലാവരും വീടും കയറി ഇറങ്ങി വോട്ട് ആ ഒരു രീതിയിലേക്ക് ഇവിടെ മാറിയിരിക്കും. ജനങ്ങളെ കളിപ്പിക്കും. ഒന്നാമത് ഈ മലയോര പ്രദേശമാണ്. ഇവിടെ പുലിയും പിന്നെ മറ്റുള്ള ജാതികളെല്ലാം ഇറങ്ങി വരുന്ന ഒരു റോഡ് പോയത് പിന്നെ പാറമട ക്രഷർ ഇതെല്ലാം ഇതിലെ നൂറുകണക്കിന് വണ്ടിയിലെ ഓടിക്കൊണ്ടിരിക്കുക. ടിപ്പർ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതെല്ലാം രാഷ്ട്രീയക്കാരന്മാർ ഇതെല്ലാം കാച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ പാർട്ടിക്കാരും എന്നാലും അവിടെ 2 വീലർ എത്ര പറഞ്ഞു വീണ് ഓരോരുത്തരുടെ തലം കാലും കൈയും ഓടിക്കുന്നറിയോ. ഇത് ജനങ്ങൾ മാത്രം ഇവിടെ കുറെ ജനങ്ങൾ മാത്രം ഇതിന് മുൻകൈ എടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി പ്രതികരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ ഈ പറഞ്ഞ പോലെ എല്ലാം കള്ളന്മാരാണ്. ഒരൊറ്റ ഒരുത്തൻ രംഗത്തിറങ്ങി ഇതിനു വേണ്ടി വേണ്ടുന്ന പോലെ ചെയ്യുന്നില്ല. വീടിന് ഉള്ളിലുള്ള കുറിച്ചുള്ള വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒന്നിന് ഓടി വെള്ളം അടിച്ചൊന്ന് പൊടിയൊന്നും നടക്കാനോ എന്തെങ്കിലും ഒരു തയ്യാറാകാനെ കൊണ്ടോ ഈ കോണ്ടാക്ട് എടുത്തവനെ കാണാനേ ഇല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകാൻ ഞങ്ങൾ നിരന്തരം കഴിഞ്ഞ ദിവസം ഇവിടെ കമ്മിറ്റി കൂടുകയും പ്രശ്നം സംസാരിക്കുകയെല്ലാം ചെയ്യുന്ന ഈടിയുടെ നേതാക്കന്മാരുടെ വന്ന് അതിനെക്കുറിച്ച് പിന്നീട് അനക്കമില്ല ആവിയില്ല ഒന്നുമില്ല. ഇതിനേക്കാൾ വരുമ്പോൾ വണ്ടിക്കാരെ വണ്ടി വിളിച്ചാൽ കൊണ്ട് വണ്ടി കയറി വരത്തില്ല. പിന്നെ എങ്ങനെയും എടുത്തോണ്ട് പോകുന്ന പോലെ കൊണ്ടുപോയി ഇവിടുന്ന് അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ഒരു വല്ലാത്ത രീതി. ഇലക്ഷൻ എല്ലാവരും നേതാക്കന്മാരും മുക്കിന് കവലിക്കുക ഓട്ടെ മറ്റേ മരുന്നും പറഞ്ഞ് വോട്ടിന് വന്നു. ഇത് കണ്ടേച്ച് പോയാൽ ഇമാരെല്ലാം കണ്ടേച്ച് പോയത് ഒരൊറ്റ വേണ്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചേട്ടന്റെ പേര്? എന്റെ പേര് സജി. എന്റെ വീടാണ്. രാവിലെ കഴിഞ്ഞ ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കാനേ ഒക്കത്തില്ല. ഈ വണ്ടികൾ പോകും പൊടി പാറപ്പൊടി എല്ലാം കൂടെ പെരക്കകത്തോട്ട്. ഇവിടെ കുഞ്ഞുങ്ങൾ 4 പേരുണ്ട്. അവർക്കും വളരെ ബുദ്ധിമുട്ടായി. ശ്വാസം മുട്ടല. കൂടുതൽ ആൾക്കാർക്കും 2 നോക്കാന്നെങ്കിൽ അങ്ങ് ഭയങ്കര തുമ്മല. അത് ഈ പൊടി അടിച്ച് കയറുന്നുണ്ടോ. അത് നേരെ ഇത് പണിയുന്നതിന് മുമ്പ് കുഴപ്പമില്ലായിരുന്നു. ഈ റോഡ് മെറ്റിൽ ചെയ്ത് കഴിഞ്ഞ പിന്നാണ് ആ ഒരു ഈ 31-ാം തീയതി പണി തീർക്കാൻ വേണ്ടി തുടങ്ങിയത്. ഇവർ ആദ്യം ഇത് കടന്ന സ്ഥിതിക്കായിരുന്നെങ്കിൽ എങ്ങനെയും ഒക്കെ പോകാമായിരുന്നു. നടന്നൊക്കെ ഈ 2 വീലർക്കാർക്ക് ഒരു പാടുമില്ലായിരുന്നു. ഇപ്പം ഈ സ്ത്രീകളൊക്കെ സ്കൂട്ടറെ വരുമ്പോൾ അവർ ഈ മെറ്റിൽ ഇളകി കിടന്ന് മറിഞ്ഞങ്ങ് വീഴും. ഞങ്ങൾ പോയി പൊക്കി എടുത്ത് വിട്ടിട്ടുണ്ട്. അന്നേരം എപ്പോഴും യാത്ര ചെയ്യാനേ പാടില്ല, ഒക്കത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അതിരങ്ക ജംഗ്ഷൻ ഇവിടെ ഒരാൾ 2 പേരെ വെച്ച് പോകാനൊക്കത്തില്ല. പിന്നെ കറങ്ങി 3 കിലോമീറ്റർ കൂടുതൽ കറങ്ങി വേണം അതിരങ്ക ജംഗ്ഷൻ ചെല്ലാൻ. പിന്നെ ഒരുമാതിരി നല്ല റോഡാണ് പോണത്. എന്റെ പേര് നാട്ടിൽ രാജു. 6 മാസത്തേക്കുള്ള റോഡ് ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. വീട്ടിലെന്റെ കുഞ്ഞുള്ളതാ. സ്കൂൾ ബസ് 10ഓളം സ്കൂൾ ബസ് ഈ റോഡിൽ കൂടെ പോകുന്നത്. അന്നേരം എല്ലാം ഈ പുള്ളിയെ വിളിച്ച് നമ്മൾ പറയുന്നേ ഒന്നീ വെള്ളം ഒഴിക്കണം. വെള്ളം എന്ന് പറയുന്ന സംഭവം ഈ റോഡ് പണിഞ്ഞു ഇന്ന് വരെ പുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മൾ നാട്ടുകാർ ചേർന്ന് ഒരു പിക്കപ്പിന് ചേർന്ന് വെള്ളം ഒഴിച്ചു ഒരു ദിവസം. അല്ലാതെ ഈ പുള്ളി വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. പൊടി കാരണം ഇരിക്കാൻ പോയി. ആസ്മ രോഗികളും അതുപോലെ ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായത്. ഭയങ്കര പൊടി വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ രാവിലെ തൊട്ട് പാറപ്പൊടി അടിച്ച് കയറി കഴിഞ്ഞാൽ വൈകിട്ട് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നോക്കുമ്പോഴത്തേന് ഈ ക്രഷറിൽ പോയി നമ്മൾ നോക്കുമല്ലോ, അതേ അവസ്ഥയാണ്. ചെടികളെ മൊത്തം ഈ വെള്ളപ്പൊടി പറ്റിയിരിക്കും. അതേ അവസ്ഥയുടെ ഇതാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ശ്വാസം മുട്ടിലും കാര്യങ്ങളുമാണ്. അതുപോലെ എനിക്ക് മെറ്റിലിട്ടേക്കുന്നുണ്ട്. ടയർ എൻ്റെ ഞാനൊരു ട്രാവലർ വണ്ടിയുണ്ട്. എൻ്റെ 2 ടയർ ഈ മെറ്റിൽ കയറി പൊട്ടിപ്പോയി. ഇതിപ്പോൾ അത് വാങ്ങിച്ച് നമുക്ക് ടയർ വാങ്ങിച്ചു. എനിക്ക് എത്ര രൂപ നഷ്ടമാണെന്ന് പറയുന്നതാണ്. ഈ പുള്ളി അന്നേരം എല്ലാം നമ്മൾ കോൺടാക്ട് ചെയ്യുക. പുള്ളി ഇത് കൊണ്ടിട്ട് ഉറപ്പിച്ചെന്ന് വെച്ചാൽ ഒരു റോളറാണ്. അതിൻ്റെ ഇരട്ടി ടണ്ണുള്ള ഈ ടോർസ് ലോറികൾ ഇതിലേ പോകുന്നത്. അതൊന്ന് ഇവിടെ വന്ന് തിരിയുമ്പോഴത്തേന് മെറ്റിൽ അത്ര ഇളകി സൈഡിലോട്ട് അങ്ങ് പോവുക. പുള്ളി കൊണ്ടുവന്നിട്ട് ഉറപ്പിച്ചതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു റോള കൊണ്ടിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത്. പരാതി പറഞ്ഞു അടുത്ത് ഇനിയും പറയാൻ ആരോടും ഇല്ല. മെമ്പർമാരോടും MLA MP എല്ലാവരോടും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ റോഡ് മാസങ്ങളായിട്ട് ഇങ്ങനെ യാത്രാ യോഗ്യതയില്ലാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ഈ ടാറുമില്ല, ഒരു പരിപാടി നടത്താതെ ഇവിടെ നടക്കുന്നത്. ഈ കരാറുകാരനെ നമ്മൾ വിളിച്ച് മടുത്തു. ഇതുപോലെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുന്ന ഒരു കരാറുകാരനെ നമ്മൾ ജീവിതത്തിനകത്ത് കണ്ടിട്ടില്ല. ഇനി ഇതിന് ശക്തമായൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി PMGയുടെ ഓഫീസിലും കളക്ടറേറ്റിൽ പരാതി കൊടുക്കുകയും അല്ലെ ഈ കരാറുകാരൻ്റെ വീട്ടിൽ പോയി കുത്തിയിരിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇനി ആസൂത്രണം ചെയ്യുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഡെയിലി ഇവിടെ ആക്സിഡൻറ്റ് മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ മടുത്തു ജനങ്ങൾ. എന്നും കരാറുകാരനെ വിളിക്കുമ്പോൾ ടാറ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് റിപ്ലൈ തരുന്നത്. ഈ ടൂ വീലർ എങ്ങനെ ഇതിനകത്തൂടെ പോകും? നമുക്ക് കാണുമ്പോഴേ അറിയാവില്ല റോഡിൻ്റെ ശോചനീയാവസ്ഥ. അപ്പം ഇതിനകത്ത് ഒരു ശക്തമായ നടപടി തന്നെ സ്വീകരിക്കാനാണ്. ഞങ്ങൾ മടുത്തിട്ടാണ്, ഇത്രയും നാൾ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഒരു പ്രതികരണവും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മടുത്തിട്ടാണ് ഇനി അടുത്ത നടപടിയിലേക്ക് പോകുന്നത്. എന്താ കരാറുകാരൻ എന്തോ പറയുന്നത്? കരാറുകാരൻ പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസം ഞാൻ വിളിച്ചപ്പം പുള്ളി പറഞ്ഞത് റബ്ബറൈസ്ഡ് ആക്കുക റോഡ്, അതിന് വേണ്ടുന്ന ടാറ് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എനിക്കിപ്പം വിശ്വാസമല്ല ഇതൊന്നും പറയുന്നത്. ഇതിനകത്തൊരു എനിക്ക് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അത് മാസങ്ങളായി ഇങ്ങനെ കിടന്നിട്ട് ഈ നാട്ടുകാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു പരിധിയില്ലയോ? ഈ റോഡ് 6 മാസത്തിൽ കൂടുതലായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. ടൂ വീലറുകാർ നിരന്തരം വീണ് കയ്യും കാലും ആണ് പോകുന്നത്. കൊച്ചുകുട്ടികളെയും കൊണ്ടും മറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെയാണ് യാത്രക്കാർക്കും ബസ്സുകാർ നിരന്തരം പരാതിയാണ്. ഇത് എല്ലാ രീതിയിലും എല്ലാ ആൾക്കാരും കൂടി ഇടപെട്ട് നല്ല രീതിയിൽ ഈ റോഡ് പണി തീർത്ത് തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ ഈ ഗതിയിലാണ്. അവർ ഒരു 3 മാസം ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് പോയി. അതിനുശേഷം ആൾക്കാരുടെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയതിന് ശേഷമാണ് അവർ ഈ മിറ്റിൽ ചെയ്തിട്ട് പോയത്. മിറ്റിൽ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 4 മാസത്തോളമായി. ഈ മിറ്റിൽ ചെയ്തുകൊണ്ട് സ്കൂട്ടർ യാത്രക്കാർക്ക് പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പാറപ്പൊടി വാഹനങ്ങൾ പോകുമ്പോൾ അടിച്ച് വീടുകളിൽ കയറിയ ആസ്മ അതുപോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇവർ ചോദിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ ഒരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് മറ്റ് കളക്ടറേറ്റിൽ വിക്കറ്റിങ് അതുപോലുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മെമ്പർ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, മെമ്പർ കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. നമുക്ക് അടിയന്തരമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടാകണം. കാര്യം ഇതുവഴി ഒരു 7-8 സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. അതുപോലെ 3-4 KSRTC സർവീസുകളുണ്ട്. പിന്നെ വാഹനങ്ങളുണ്ട്, നമ്മളുടെ വാഹനങ്ങളുണ്ട്. നമുക്ക് ഒരു അടിയന്തര ഘട്ടത്തിൽ നമുക്കൊരു അസുഖങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോലും എത്താൻ പോകാത്തൊരു സാഹചര്യമാണിത്. അതുപോലെ സ്ത്രീകളൊക്കെ പേടിച്ചതുവഴി സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നില്ല. അവർക്ക് വേറെ വഴികളിലൂടെയൊക്കെയാണ് പോകുന്നത്. എൻ്റെ പേര് അനിൽകുമാർ. ഞങ്ങൾ 1 കിലോമീറ്റർ പോകുന്നതിന് 4 കിലോമീറ്റർ കറങ്ങിയാണ് സ്റ്റാൻഡിൽ ഓട്ടോയും കൊണ്ട് പോകുന്നത്. ഒരു വണ്ടി വിളിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെയൊക്കെ ഓട്ടോക്കാർ ഡെയിലി പണിയാണ്. ഇതുവഴി പോകാൻ പോലും പറ്റത്തില്ല. നിരന്തരം ഭയങ്കര ഇതിൻ്റെ ഉത്തരവാദി എന്ന് ആർക്കും അറിയത്തില്ല. ഇതിപ്പം മാർച്ചിന് മുമ്പ് ഈ പണി തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് റോഡ് വലിപ്പിച്ചിട്ട് ആരാന്ന് വെച്ചാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല ഇത് ചെയ്യിപ്പിക്കാൻ. എന്തായാലും ഒരാളായിരിക്കുമല്ലോ ഇത് വലിച്ചിട്ടിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട ആരാന്ന് വെച്ചാൽ അവർ എഞ്ചിനീയറില്ല, കോൺട്രാക്ടറില്ല, ഇതിന് ചെയ്യിപ്പിച്ച ആളില്ല, യാതൊരു മനുഷ്യരില്ല, മെമ്പറില്ല, ഒരു മനുഷ്യരും ഇല്ല. ഇപ്പോൾ ആർക്കും ഉത്തരവാദിത്തമില്ല. ഈ റോഡ് ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുക. ഒരു ആൾ അസുഖമായിട്ട് കിടന്നാൽ പോലും ഒരു വണ്ടി വിളിച്ചാൽ ആരും വരത്തില്ല. ഒരു പിള്ളേരെ സ്കൂളിൽ വിടാനും എന്തത്തിനും ലാഭത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന പണിയല്ലേ, റോഡേ കൂടെ വരുന്ന പണിയുണ്ട്. ഇപ്പോൾ 50 രൂപയുടെ ഓട്ടം കിട്ടിയാൽ 500 രൂപയുടെ പണിയാകും. അതുകൊണ്ട് ആരും വരത്തില്ല. അതാണിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ. പള്ളിയുടെ പടിക്കലെ അവിടെ ഒരു ചപ്പാത്ത് പോലെ ചെയ്തിട്ടിട്ടുണ്ട്. ബസ് പോലും പോകാതെ 6 മാസത്തിൽ പുറത്ത് കിടന്നു. പിന്നെ ബസ് അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവർ ഇപ്പം വീണ്ടും രണ്ടാമത് പോയി KSRTC ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം 2 ബസ് അതുവഴി കൂടുന്നത്. അതിന് ശേഷമായിട്ട് ഇപ്പോഴേ അടുന്ന് ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ഇപ്പോൾ എടുത്ത് അതിന് ശേഷം 5 മുക്ക് ജംഗ്ഷനിൽ നിന്ന് തർമ്മേപ്പടി വരെ ചെയ്തിട്ട് റബ്ബറൈസ്ഡ് ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു റോഡ് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴൊരു 2 മാസം കൊണ്ട് വന്ന് ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ ഇവിടെ ഈ റോഡിന് മയറ്റലും കൊണ്ടിട്ട് പൊടിയും കൊണ്ടിട്ട് വെള്ളം ഓടിച്ച് പോയതിന് ശേഷം യാതൊരു ചലനവും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിയട്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതുവരെ അനക്കമൊന്നുമില്ല. വണ്ടി പിന്നെ പണിക്ക് കൊണ്ടുപോകാണെന്ന് പറഞ്ഞ് വണ്ടി കൊണ്ടുപോകും. ഒരുപാട് അപകടങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ പരിസ്ഥിതി ഇപ്പം സംസാരിക്കാൻ പോലും വയ്യാത്ത പരിസ്ഥിതി മലിനീകരണമെന്ന് പറഞ്ഞാൽ പാറമടയുടെ കീഴിൽ താമസിക്കുന്നതിന് തുല്യമാണ്.